ഹായ് നമസ്കാരം പ്രിയപ്പെട്ടവരെ, എന്നോട് നിങ്ങൾ എല്ലാവരും ഒന്ന് ക്ഷമിക്കുക. ഒരു 5-6 മിനിറ്റ് നിങ്ങളൊന്ന് സഹിച്ചേ പറ്റത്തുള്ളൂ. കാരണം ഈ ഒരു സാധനത്തിനെ കുറിച്ചിട്ട് പറയാതിരിക്കാൻ വയ്യ. കാരണം ഇവിടെ ഒരു വീഡിയോ കണ്ടപ്പോഴത്തേക്ക് അതിനൊരു മറുപടി കൊടുക്കണോ തോന്നി. അതോടൊപ്പം തന്നെ നമ്മുടെ മലപ്പുറം ജില്ലയിൽ നിന്നും പുതുതായി BJP എന്ന് പറഞ്ഞ പ്രസ്ഥാനത്തിലേക്ക് ഉദിച്ചുയരുന്ന ഒരു ഒന്നാന്തരം വേട്ടാവളിയൻ അവന്റെ കട്ട് ചെയ്തിട്ടുണ്ട് എന്നാണ് പറയുന്നത്. അപ്പം ഇതിന് കൃത്യമായിട്ടുള്ള മറുപടി നമ്മുടെ അൻസാരി സുഹൈരി ഉസ്താദ് കൊടുക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ 2 വീഡിയോ നിങ്ങൾ കണ്ടതിന് ശേഷം മാത്രമേ നിങ്ങൾ കമന്റ് അയക്കാവുള്ളൂ. രാജ്യത്തിന്റെ പ്രധാനമന്ത്രി അടക്കം ഈ കഴിഞ്ഞ ദിവസം കുറ്റവിമുക്തനായിട്ടുള്ള നമ്മുടെ നടൻ ദിലീപിന് വരെ നമ്മുടെ ഈ സാധനം ഉണ്ടല്ലോ, ഈ ഉരുപ്പടി കണ്ണന്റെ പടം വരച്ച് കൊടുത്തതിന്റെ വെച്ചടി കയറ്റമാണ് പൊക്കോണ്ടിരിക്കുന്നത് കേട്ടോ. കാരണം ആ കണ്ണന്റെ പടം കൊടുത്ത അതേ വർഷം നരേന്ദ്രമോദി രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയായിട്ട് വീണ്ടും അധികാരത്തിൽ വന്നു. അതുപോലെ തന്നെ നമ്മുടെ തൃശ്ശൂരിന്റെ എല്ലാമായിട്ടുള്ള കലങ്ങുകുട്ടി തമ്പ്രാൻ പല പ്രാവശ്യം തൃശ്ശൂർ എടുക്കണം എന്ന് പറഞ്ഞ് പോയി നിന്നിട്ട് ഒരു രക്ഷയുമില്ലാതെ വന്നപ്പോഴത്തേക്കാണ് നമ്മുടെ അരുണേട്ടന്റെ ജസ്ന വീണ്ടും കണ്ണന്റെ പടം നമ്മുടെ സുരേഷ് ചേട്ടന് കൊടുത്തത്. ആ കൊടുത്ത വർഷമാണ് സുരേഷ് ചേട്ടൻ വമ്പിച്ച ഭൂരിപക്ഷത്തിൽ തൃശ്ശൂരിൽ നിന്നും വിജയിച്ചത്. ഇപ്പൊ ദാ അവസാനം നമ്മുടെ ദിലീപിൽ വരെ എത്തി നിൽക്കുകയാണ്. കാരണം അത്രയും സെൻസിറ്റീവ് ആയിട്ടുള്ള ഒരു കേസ്, ആ കേസിൽ നിന്നും ദിലീപ് രക്ഷപ്പെട്ടത് ഈ സാധനത്തിന്റെ കയ്യിൽ നിന്ന് ഈ കണ്ണന്റെ പടം വാങ്ങിച്ചിട്ടുണ്ട് എന്നാണ് ഇപ്പൊ പറയുന്നത്. അതുകൊണ്ട് തന്നെ കണ്ണന്റെ പടം വാങ്ങിക്കുന്നവരെല്ലാം മുടിഞ്ഞു പോകുമെന്ന് സോഷ്യൽ മീഡിയയിൽ വന്നുകൊണ്ട് കുരയ്ക്കുന്നവർക്കുള്ളൊരു മറുപടിയായിട്ടാണ് ഈ മരവാഴ ഇപ്പൊ വന്നിരിക്കുന്നത്. എന്താണെങ്കിലും എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, നിങ്ങൾ ഈ വീഡിയോ പൂർണ്ണമായിട്ടൊന്ന് കാണണം. കണ്ടതിന് ശേഷം മാത്രം നിങ്ങൾ കമന്റ് അയക്കുക. അതോടൊപ്പം തന്നെ മലപ്പുറത്ത് നിന്ന് ഉദിച്ചു വരുന്ന ഈ മുസങ്കി വാണം പറയുന്നതും കൂടെ നിങ്ങളൊന്ന് കേൾക്കണം. കാരണം ഇവനിപ്പം BJPയിലേക്ക് പോയപ്പോഴത്തേക്ക് ചെറുപ്പത്തിലെ മറ്റേ കട്ട് ചെയ്ത തുമ്പില്ലേ, അത് പൂർവ്വസ്ഥിതിയിലേക്ക് വന്നു എന്നാണ് ഇപ്പൊ പറയുന്നത്. ഇതിന് നമ്മുടെ അൻസാരി ഉസ്താദ് കൊടുക്കുന്ന ആ മറുപടി ഉണ്ടല്ലോ, അത് വേറെ ലെവലാണ് കേട്ടോ. നിങ്ങൾ ഉറപ്പായിട്ടും നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടും. ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നിങ്ങൾ ഈ 2 മരമാക്രികളുടെ മറുപടി കൃത്യമായിട്ട് നമ്മുടെ കമന്റ് ബോക്സിൽ ഒന്ന് അറിയിക്കുക. ആദ്യം നമുക്ക് ലെവൻ എന്താണ് പറയുന്നത് എന്നൊന്ന് കേട്ടു നോക്കാം. അപ്പൊ അതില് കുറച്ച് കാക്കാമാര്, ഈ മുയ്മനില്ലാത്ത കുറച്ച് കാക്കാമാര് വന്നിട്ട് വളരെ നമ്മളെ പ്രകോപിപ്പിക്കുക. ലാത്തയുടെ ക്രിസലി കടിച്ചു വലിക്കടാന്നാ പറഞ്ഞത്. ക്രിസലി എന്ന് പറഞ്ഞാൽ എന്താ നിങ്ങൾ മലയാളം, നിങ്ങള് മുയ്മല്ലാത്ത മുറിക്കാക്കന്മാര്, അത് കള്ളപ്പെടുവ മുഴുവനും ഇല്ലാത്ത കാക്കമാരല്ലേ? നിനക്ക് മുഴുവനുണ്ടാടാ? നീ എപ്പോഴും നോക്കിയായിരുന്ന? നീ മുഴുവനും ഇല്ലാത്ത കാക്കന്മാരുടെ കൂട്ടത്തിൽ നിന്നല്ലേ അങ്ങോട്ട് പോയത്? ഇപ്പോഴല്ലേ ഒരു പാർട്ടി ചേർന്നത്. ഈ പാർട്ടി ചേർന്നതിന് ശേഷം ഈ മുഴുവനും ഇല്ലാത്ത കാക്കമാരാണെങ്കിൽ അവരുടെ പൂർവ്വസ്ഥിതിയിലേക്ക് മാറും. അങ്ങനെ വല്ല അവസ്ഥ ഉണ്ടാ? അറിയാൻ വേണ്ടി ചോദിക്കുകയാണ്. നീ എന്തായാലും ഒന്ന് പോയി നോക്ക്, പൂർവ്വസ്ഥിതിയിലേക്ക് മാറിയിട്ടുണ്ടാന്ന്. ഞാൻ അതല്ലെങ്കിൽ നീ പാർട്ടി ചേരുന്നതിന് മുമ്പ് തന്നെ കാക്കന്മാരുടെ കൂട്ടത്തിൽ ഉണ്ടായ സമയത്ത് എല്ലാവരെയും ചെയ്ത പോലെ എല്ലാവർക്കും നിന്നെ ചെയ്തു. ഈ പെൻസിലെത്തുന്ന കട്ടറില്ലേ, അത് ചിലപ്പോൾ കൂർപ്പിച്ചാണ്, ചിലപ്പോൾ ചെത്തിയിട്ടുണ്ടാകത്തില്ല. റഷാസുലമി, ഈ മുഴുവനില്ലാത്ത കാക്കമാരെന്ന് ഏതെങ്കിലുമൊക്കെ പാർട്ടിക്കാരെ തൃപ്തിപ്പെടുത്താൻ വേണ്ടി നീ പറയുമ്പോൾ നീ വീട്ടിൽ ചെന്ന് നിനക്ക് ജന്മം തന്ന ആളുകളെയൊക്കെ ആ പരമ്പര മുഴുവൻ നോക്കുക. ഈ പറയപ്പെട്ട ആളുകൾ മുഴുവനും ഈ പറയപ്പെട്ട നീ പറഞ്ഞ ആ വാക്കില്ലേ, ഈ മുഴുവനുമില്ലാത്ത കാക്കമാർ, അതായിരിക്കും. അപ്പം ആദ്യം അവരെയൊക്കെ നീ പരിശോധിക്കും. നീ പാർട്ടി ചേർന്നതിന് ശേഷം എന്തെങ്കിലും ഒരു മാറ്റം ആ മുഴുവനും ഇല്ലാത്തതിനുണ്ടോ എന്ന് നീ ഒന്ന് നോക്ക്. ചിലപ്പോൾ നോക്കിയാൽ ചിലപ്പോൾ കാണാൻ പറ്റും. പൂർവ്വസ്ഥിതിയിലേക്ക് മാറിയിട്ടുണ്ടാകും. നീ ബാക്കി പറഞ്ഞിട്ട് ഞാൻ പറയാം. ഇതിലും നല്ലൊരു മറുപടി ഇനി ജാഹിലിന് കിട്ടാനുണ്ടോ? കിട്ടാനില്ല അല്ലെ? നിങ്ങൾ എൻജോയ് ചെയ്തിട്ടുണ്ടോ അല്ലെ? ഇതുപോലത്തെ ചില മുസങ്കി ജാഹിലിങ്ങളുണ്ടല്ലോ, ഈ പ്രസ്ഥാനത്തിന്റെ ഭാഗമാകണ്ട, ചുമ്മാ ഒന്ന് ചിന്തിച്ചാൽ മതി. അപ്പൊ തന്നെ ബ്രെയിനകത്ത് മൊത്തം ചാണകമായിരിക്കും. പിന്നെ വരുന്നത് മൊത്തം ഇത്തരത്തിലുള്ള മുഴുവൻ വാക്കുകൾ പോലും നേരാവണ്ണം പറയാൻ അറിയാത്ത ഈ നാറിക്കൊക്കെ ഇതിലും നല്ലൊരു മറുപടി ഇനി സ്വപ്നത്തിൽ മാത്രമേ ഉള്ളൂ. ഇനിയാണ് നിങ്ങൾ കാണേണ്ടത്. നമ്മുടെ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി അടക്കം ഇപ്പൊ കേസിൽ നിന്നും കുറ്റവിമുക്തനായിട്ടുള്ള ദിലീപിന് വരെ സൗഭാഗ്യങ്ങളും അതുപോലെ തന്നെ പ്രസക്തികളും ഒക്കെ ഉണ്ടായത് ആരിലൂടെയാണ് എന്നുകൂടെ നിങ്ങളൊന്ന് കണ്ടു നോക്കുക. ചിരിക്കരുത് വീഡിയോയിലേക്ക് പോവാം. എല്ലാവരും ഇതെവിടെ പോയി? ജസ്നയുടെ കയ്യിൽ നിന്ന് ഫോട്ടോ മേടിച്ചാൽ അവന്റെ കഷ്ടകാലാണെന്ന് പറഞ്ഞുകൊണ്ട് നടക്കുന്ന കുറച്ച് ആൾക്കാരുണ്ടായിരുന്നല്ലോ സോഷ്യൽ മീഡിയയില്. അവരിതൊന്നും കാണുന്നില്ലേ? ഒരു ന്യൂസ് കണ്ടോ? 8 വർഷങ്ങൾക്ക് ശേഷം ദിലീപേട്ടൻ നിരപരാധിയാണെന്ന് കോടതി പ്രഖ്യാപിച്ച ദിവസമാണിന്ന്. അപ്പോൾ ഇതിൽ കൂടെ നിങ്ങൾക്ക് എന്താ മനസ്സിലാക്കേണ്ടതെന്നറിയോ? ഒരു നിരപരാധിയെയും അപരാധിയാക്കാൻ ഗുരുവായൂരപ്പൻ കൂട്ടു നിൽക്കൂല. അത് ദിലീപാണെങ്കിലും ജസ്നയാണെങ്കിലും. പലരും പറഞ്ഞു എന്നോട് കണ്ണനെ മേടിച്ചാൽ കഷ്ടകാലമാണെന്ന്. അങ്ങനെയാണെങ്കിൽ ഞാനൊരു കാര്യം ചോദിക്കട്ടെ. ഞാൻ ഇന്ത്യൻ പ്രധാനമന്ത്രിക്ക് ഫോട്ടോ സമ്മാനിച്ചിട്ടുണ്ടായിരുന്നു. ആ വർഷം ഇലക്ഷന് അദ്ദേഹം ജയിച്ചു. അതായ അദ്ദേഹത്തിന് കഷ്ടകാലമാണോ? നല്ല കാര്യമല്ലേ? ഇതിനു മുമ്പേ സുരേഷ് ഗോപി
മത്സരിച്ചു. തൃശ്ശൂർ ഞാനിങ്ങ് എടുക്കുക എന്ന് പറഞ്ഞു. പക്ഷെ ആരും തൃശ്ശൂർ കൊടുക്കാൻ നിന്നില്ല. ജിസ്ന കണ്ണൻ്റെ ഫോട്ടോ സമ്മാനിച്ചു. ആ വർഷം തൃശ്ശൂർ ഇതേ കൈക്കുമ്പിളയിൽ നിന്നു. അതെന്താ, കഷ്ടകാലമാണോ? അല്ല, അറിയാത്തതുകൊണ്ട് ചോദിക്കുകയാണ്. നിങ്ങളൊക്കെ പറയുന്നുണ്ടല്ലോ ജസ്നയോട് കണ്ണനെ മേടിച്ചാൽ കഷ്ടകാലം മാത്രമേ ഉണ്ടാവുള്ളൂ എന്ന്. ഞാൻ വര തുടങ്ങിയിട്ട് 13 വർഷമായി. ആദ്യത്തെ 1 വർഷക്കാലം ഞാൻ ഫ്രീ ആയിട്ടായിരുന്നു സമ്മാനിച്ചത് എല്ലാവർക്കും. ഞാൻ ആദ്യമായിട്ടൊരു ഫോട്ടോ വരച്ച് അതൊരാൾക്ക് സമ്മാനമായിട്ട് കൊടുത്തപ്പം ആ ആളുടെ വീട്ടിൽ നല്ല കാര്യങ്ങൾ സംഭവിച്ചപ്പം ആൾ മറ്റുള്ളവരുടെ അടുത്തും പാസ് ചെയ്യൽ തുടങ്ങി. അങ്ങനെ പിന്നെ എന്നെ ഓരോരുത്തർ കോണ്ടാക്ട് ചെയ്യൽ തുടങ്ങി. അവരുടേതൊക്കെ കാര്യങ്ങൾ മനസ്സിലെന്താണോ ആഗ്രഹിക്കുന്നത് ആ കാര്യങ്ങൾ സാധിക്കപ്പെടുന്നു എന്നാണ് പറയപ്പെടുന്നത്. അത് ജസ്ന വരച്ച ഫോട്ടോ കൊണ്ട് ഒരിക്കലും ആയിരിക്കില്ല കേട്ടോ. അത് ഗുരുവായൂരപ്പനായതുകൊണ്ടായിരിക്കാം, നമ്മൾ അതിൽ കൊടുക്കുന്ന ഡെഡിക്കേഷൻ കൊണ്ടായിരിക്കാം. ഇങ്ങനെയൊക്കെ വിശ്വസിക്കാനാണ് എനിക്കിഷ്ടം. അല്ലാതെ എൻ്റെ കൈകൊണ്ട് വരയ്ക്കുന്നത് കൊണ്ടൊന്നുമല്ല. നമ്മളതിൽ കൊടുക്കുന്ന ഡെഡിക്കേഷനും ഗുരുവായൂരപ്പനും ആയതുകൊണ്ടാണ്. അങ്ങനെ വീണ്ടും വീണ്ടും ആൾക്കാരിങ്ങനെ കൂടിക്കൂടി വന്നു. ഏകദേശം 1500 ഫോട്ടോൻ്റെ പുറത്ത് ഞാൻ ചിത്രങ്ങൾ വരച്ചു കഴിഞ്ഞേ ഇന്നേക്കും. ഇപ്പം നിങ്ങൾ വിചാരിക്കും ഇതൊക്കെ കേട്ടിട്ട് ഈ സോഷ്യൽ മീഡിയയിൽ പല ഗോസിപ്പുകൾ അറിഞ്ഞതിന് ശേഷം എന്നോടാരും ഫോട്ടോ മേടിക്കുന്നില്ല എന്നുള്ള ചിന്താഗതിക്കാരും ഇപ്പോഴും നിലവിലുണ്ടേ. അവർക്കായിട്ട് ഞാനൊരു സംഭവം കാണിച്ചു തരട്ടെ. ഇന്നത്തെ എൻ്റെ ഒരു വർക്കാണ് ദേ, ഒന്നാമത്തെ വർക്ക് ദേ, ഇതൊരു വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. രണ്ടാമത്തെ ഇതാ കണ്ടോ, ഇത് വലിയ സൈസാണ്. മൂന്നാമത്തേത് ദേ ഇതാ. അപ്പം നിങ്ങൾ ഗോസിപ്പുകൾ ഇറക്കിയിട്ടൊന്നും കാര്യമല്ല. കണ്ണനെ വേണമെന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്ന ആൾക്കാരാണെങ്കിൽ, കണ്ണൻ അവിടേക്ക് വരണമെന്ന് കണ്ണനും കൂടി ചിന്തിക്കുന്നതാണെങ്കിൽ തീർച്ചയായിട്ടും അവരുടെ വീട്ടിലെത്തിപ്പെടും. അതുകൊണ്ട് നിങ്ങൾ ഗോസിപ്പ് ഇറക്കിയതുകൊണ്ടൊന്നും ഒരു കാര്യവും. അപ്പോൾ ജസ്റ്റിൻ്റെ കയ്യിൽ നിന്ന് ഫോട്ടോ മേടിച്ചാൽ കഷ്ടകാലമല്ല, നല്ല കാലം തന്നെയാണ് എന്നുള്ളത് കാലം വീണ്ടും വീണ്ടും ഇങ്ങനെ തെളിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഒരുപാട് സന്തോഷത്തോടെ ബൈ ഫ്രം ജസ്ന സെലീം. സത്യത്തിൽ ഇവളുടെ ഈ ഒരു വീഡിയോ കണ്ടപ്പോഴത്തേക്ക് ആ പൾസർ സുനിയും മറ്റു 6 പേരും കൂടെ ഈ ഫോട്ടോ ഇവള് വരച്ച ഫോട്ടോ മേടിച്ചിരുന്നെങ്കിൽ അവര് നൈസായിട്ട് ഈ കേസിൽ നിന്ന് അങ്ങ് രക്ഷപ്പെട്ടു പോനെ. കാരണം വെച്ചടി അങ്ങോട്ട് കയറ്റമായിരിക്കുമല്ലോ കിട്ടുന്നത്. ഈ ദിലീപ് 13 വർഷങ്ങൾക്ക് മുമ്പെങ്ങാണ്ടാണ് ഇവളുടെ ഇതൊരു ഫോട്ടോ മേടിച്ചേട്ടെ. ഈ ഫോട്ടോ മേടിച്ചപ്പോഴാണ് ദിലീപ് ഈ കേസിൽ കുടുങ്ങി അകത്ത് പോയെന്നാണ് പറയുന്നത്. ഈ കണ്ണന്റെ പടത്തിനോടും അല്ലെങ്കിൽ കണ്ണന്റെ പടം വരയ്ക്കുന്നതുകൊണ്ടൊന്നും നമുക്ക് ഒരു തരത്തിലുള്ള വെറുപ്പില്ല. പക്ഷേ ഇതുപോലെ സമൂഹത്തിൽ സ്ത്രീകൾക്കൊപ്പം നിർത്താൻ പറ്റാത്ത ഒരു വൃത്തികെട്ട കൂതറ സാധനം ഈ സമൂഹത്തിൽ കിടന്ന് കാണിച്ചുകൊണ്ടിരിക്കുന്ന കൂതറത്തരങ്ങൾ കാണുമ്പോഴാണ് എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ നമ്മൾ പ്രതികരിച്ചു പോകുന്നത് അല്ലേ. കാരണം ഗുരുവായൂർ ക്ഷേത്രത്തിൽ കയറാൻ പാടില്ല, അവിടെ റീലെടുക്കാൻ പാടില്ല എന്ന് പറഞ്ഞ സ്ഥലത്ത് വീണ്ടും പോയി ഇവിടെ റീലെടുത്തു. ഇപ്പൊ പുതിയ സ്ഥലം തേടി പിടിച്ചിട്ടുണ്ട് മുത്തപ്പന്റെ ക്ഷേത്രത്തിൽ. അവിടെയും പോയിരുന്നുകൊണ്ട് കാണിക്കുന്ന ഈ തെമ്മാടിത്തരമാണ്. സത്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ ഇവർക്ക് ഈ ഫോട്ടോയ്ക്കൊന്നും വലിയ സെയിലൊന്നും ഇല്ല. അപ്പൊ പുതിയ ഒരു ബിസിനസ് തന്ത്രവുമായിട്ടാണ് ഇറങ്ങിയിരിക്കുന്നത്. പ്രധാനമന്ത്രി തൊട്ട് ഇങ്ങോട്ട് നമ്മുടെ കുറ്റവിമുക്തയാക്കപ്പെട്ടിട്ടുള്ള ദിലീപിന് വരെ ഞാൻ ഫോട്ടോ കൊടുത്തിട്ടുണ്ട് എന്ന് പറയുന്നത്. സത്യം പറയാം, ഈ സംഘപരിവാറിന്റെ ആസനം താങ്ങി നടക്കുന്ന മറ്റേ മുഴുവനുണ്ടല്ലോ, മുഴുവനെ പോലുള്ള ചില വേട്ടാവളിയെ ഈ മതത്തിൽ ജനിച്ചു പോയി എന്ന് ഓർക്കുമ്പോൾ സത്യം പറയാമല്ലോ വല്ലാത്തൊരു വിഷമം തോന്നുന്നുണ്ട്. എന്നാലും എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, നിങ്ങൾ ആരും ഇവരുടെ ഈ സമുദായത്തിന്റെ ഭാഗമാക്കരുത്. ഇവരൊക്കെ ജീവിക്കാൻ വേണ്ടി അവരുടെ അസ്തിത്വം പണയപ്പെടുത്തി ഈ സംഖ്യകൾക്കും കാസകൾക്കും വേണ്ടി വിടുപണി ചെയ്തുകൊണ്ടിരിക്കുന്ന വെറും നാറികളാണ്. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, നിങ്ങളുടെ കൃത്യമായിട്ടുള്ള കമന്റ് ഈ കമന്റ് ബോക്സിൽ ഒന്ന് അറിയിച്ചേക്കുക. അടുത്തൊരു വീഡിയോ ആയിട്ട് നമ്മൾ വീണ്ടും കാണും. അതുവരെയ്ക്ക് എല്ലാവർക്കും